and welcome back to my YouTube channel Such a Foodie. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നൊരു മിനി വ്ലോഗ് പ്ലസ് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾക്കത് എന്ത് സംഭവിക്കുമെന്ന് കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇപ്പച്ചി കടയിൽ നിന്ന് ഒരു 8 ആയപ്പോൾ വന്നു. അപ്പോഴത്തേക്കും ഞാൻ ഇപ്പച്ചീൻ്റെ അടുത്ത് സ്കൂട്ടി വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു സാധനം വാങ്ങാൻ പോയി ടൗണിൽ കേട്ടോ. ആ സാധനമാണ് നമ്മുടെ സ്വന്തം പൊറോട്ട. വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫുഡാണ് കേട്ടോ പൊറോട്ട. അപ്പോൾ അത് വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. ഈ കടയിലത്തെ പൊറോട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല അടിപൊളി പൊറോട്ടയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ വീട്ടിൽ റീച്ചായി. അപ്പോൾ ഇതിന് ലിച്ച് ഓടി വന്നു കേട്ടോ, എന്താ കൂടെ നിൽക്കണമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ അവൻ്റെ കയ്യിൽ അത് കൊടുത്തു. പിന്നെ ഞങ്ങൾ നേരെ കിച്ചണിക്ക് പോയി. അപ്പോൾ ഇതാ ഈ ഒരു സാധനങ്ങൾ വെച്ചാണ് നമ്മളെ കലാപരിപാടികൾ. അപ്പോൾ അതിന് മെയിനായിട്ടുള്ളൊരു സാധനമാണ് പൊറോട്ട. അത് വാങ്ങാനാണ് ഞാൻ പോയത്. ഇനി ഒരു മൺചട്ടി ഇട്ടതിന് ശേഷം അതിക്ക് നമുക്ക് വാഴയില റൗണ്ടാക്കി കട്ട് ചെയ്തിരുന്നു കേട്ടോ ഞാൻ. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് കറി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ വേണം പൊറോട്ട വെക്കാൻ. ഇനി നമുക്ക് അതിലോട്ട് ബീഫ് വരട്ടിയത് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ബീഫും പൊറോട്ടയും വെറുതെ കഴിച്ചാൽ തന്നെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് ആലോചിച്ച് നോക്കി ഉണ്ടാക്കിയിട്ട് കാണാം. ഇനി കുറച്ച് കറിയും കൂടി മേലെ ഒഴിച്ച് കൊടുക്കാം. ഇനി ചില്ലി കുറച്ച് മേലെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഗ്രീൻ ചില്ലി കുറച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഓണിയൻ വെതറി കൊടുക്കാം. പിന്നെ നമുക്ക് എഗ്ഗ് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനത് റൗണ്ടാക്കി കട്ട് ചെയ്തിട്ടാണ് വെച്ചിരിക്കണത്. ഒരു 4 വെച്ചിരിക്കണേ. പിന്നെ വീണ്ടും അതിൻ്റെ മേലെ പൊറോട്ട വെച്ചെടുത്തിട്ട് പിന്നെയും ബീഫ് കേട്ടോ. ഫുള്ള് ബീഫിൻ്റെ കളിയാണ്. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് കറിയും കൂടി വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ എഗ്ഗ് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ ചില്ലിയും ഗ്രീൻ ചില്ലിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഓണിയനും ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ട് വീണ്ടും അതിൻ്റെ മേലെ ഒരു പൊറോട്ട വെക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും നമ്മൾക്ക് ആ ബീഫ് ഇട്ട് കൊടുക്കാം. പിന്നെ ചില്ലിയും പിന്നെ ഓണിയനും എഗ്ഗും വെച്ച് കൊടുക്കാം കേട്ടോ. ലാസ്റ്റ് അതിൻ്റെ മുകളിൽ കറി വെച്ചതിൻ്റെ ശേഷം നമ്മൾക്കൊരു ചെറിയ വാഴയില വീണ്ടും റൗണ്ടാക്കി കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് ഒരു ഫോയിൽ പേപ്പർ വെച്ച് മേലെ കവർ ചെയ്തെടുക്കാം. ഇനി അതാണ് നമ്മളെ മെയിൻ പ്രോസസ്സാണ് ദമ്മിടാന്നുള്ളത്. നമുക്ക് ദമ്മിനിടാം കേട്ടോ. അപ്പോൾ ഇതാ ദമ്മിനിട്ട് കഴിഞ്ഞ് എടുത്ത് വെച്ചപ്പോഴത്തേന് എല്ലാവരും വന്നു കേട്ടോ. ഉണ്ടാക്കാൻ ഞാനും ഉപ്പച്ചി മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ തുറന്നേക്കണ്ട് നല്ല അടിപൊളി സ്മെല്ലായിരുന്നു. ഒക്കെ വെന്താന്ന് പറഞ്ഞാൽ ഓൾറെഡി വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ചും കൂടി ഇതായിക്കാൻ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ സൈഡിൽ നിന്ന് വരാൻ വേണ്ടി തട്ടണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ഗസ് കണ്ടില്ലേ, ഇത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ കൊതിച്ചിട്ട് നിൽക്കുകയായിരുന്നു തിന്നാൻ. അപ്പോൾ ഇതിന് ഇപ്പച്ചി വീഡിയോ എടുക്കണം പറഞ്ഞ് കൈയൊക്കെ തള്ളിയിട്ടായിരുന്നു. നേരെ ഇപ്പച്ചിൻ്റെ മുമ്പിൽ വെച്ചു. ഇപ്പച്ചിയാണ് ഫസ്റ്റ് ടേസ്റ്റ് നോക്കിയത് കേട്ടോ. സാധനങ്ങളൊക്കെ ഞാൻ ഇപ്പച്ചി ഉണ്ടാക്കി ഇപ്പച്ചി ട്രൈ ചെയ്യാം കേട്ടോ. ഇപ്പച്ചി ഓരോന്ന് തിന്നേന്നു കേട്ടോ. ഈ പൊറാട്ടൻ്റെ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ അതിങ്ങനെ എടുത്താൽ നൂല് പോലെ വരും കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് അതിൽ. ഇപ്പച്ചി കൈ ചൂടായിട്ട് അപ്പോൾ കരുത്ത് കിട്ടും. അപ്പോൾ കണ്ടില്ലേ എങ്ങനെയാണ് ഉള്ളതെന്ന്. അപ്പോൾ അപ്പച്ചി ഫസ്റ്റായി ട്രൈ ചെയ്തു. ലിച്ചപ്പോത്തിന് സൈഡിൽ നിന്ന് ഒരു മുട്ട എടുത്ത് തിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഓരോ ആൾക്കാർ ഇങ്ങനെ കൈ കൊടുന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മിനി കുക്കിംഗ് വ്ളോഗ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.